ഹലോ ഹായ് നമസ്കാരം, ധനുഷാണ്. അപ്പം ഞങ്ങൾ ഇന്നുള്ളത് വാഴാലിക്കാവ് അമ്പലമാണ് കേട്ടോ. അമ്പലത്തിൻ്റെ അവിടെയാണ് കേട്ടോ. ഈ കാണുന്ന ഞങ്ങളെ പിന്നിൽ കാണുന്ന അമ്പലമാണ് വാഴാലിക്കാവ്. ഇപ്പോൾ ഒരുവിധപ്പെട്ട മലയാള സിനിമകളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു ഷൂട്ടിംഗ് സ്പോട്ടാണ് ഈ പറഞ്ഞ വാഴാലിക്കാവ് അമ്പലം. അതിൻ്റെ ചുറ്റുമുള്ള ഈ പാടവും അതുപോലെ തന്നെ അതിനപ്പുറത്തുള്ള ഭാരതപ്പുഴയും. അപ്പോൾ അവിടേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ സ്ഥലങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഏതൊക്കെ പടങ്ങളാ ഉണ്ണിക്കുട്ടി അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്? ചന്ദ്രോത്സവം. ഇതിപ്പോ 2 സിനിമ ഇപ്പൊ ഇവനറിയാവുന്ന കാര്യമാണ് ഇവൻ പറഞ്ഞത്. അത് മാത്രമല്ല, ഇഷ്ടംപോലെ മലയാള സിനിമകൾ എന്താ പറയാ, മലയാള സിനിമകളിൽ ഒരു ഷൂട്ടിംഗ് സ്പോട്ടായിട്ട് വന്നിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മളിന്ന് കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇപ്പം ഞങ്ങൾ ഭാരതപ്പുഴയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാടാ. അപ്പം ഈ പാടം നിങ്ങൾ കാണുന്നില്ലേ? ഈ പാടം അന്ന് ഉണ്ണിക്കുട്ടനും ഫാമിലിയും വരുമ്പോൾ ഭയങ്കര വറ്റി വരണ്ട് കിടക്കുമായിരുന്നില്ലേ, നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നൊരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. വെയിലില്ല, അതുപോലെ ചൂടില്ല, എന്താ പറയുക, മഴ പെയ്തൊരു അവസ്ഥയായിരുന്നു. കുറച്ച് മുമ്പ് മഴ പെയ്ത് തുറന്നിട്ടുള്ളൂ. അത് കാരണം നമ്മുടെ പാടമൊക്കെ നിറഞ്ഞ് കിടക്കണ്, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഈ ഭാരതപ്പുഴയിൽ പോയിട്ട് അവിടെ എന്താ അവസ്ഥ നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ ആ പാടം കഴിഞ്ഞിട്ട് ആ പടി വഴി ഇതാ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന വെള്ളം ഇതാ മഴ പെയ്തിട്ട് വന്നിട്ടുള്ളതാട്ടാ. ഇങ്ങനെ നമ്മളെ പറമ്പിലൊക്കെ കെട്ടിക്കിടക്കില്ലേ, അതുപോലെ ജസ്റ്റ് കെട്ടിക്കിടക്കുകയാണ്. ഈ കാണുന്ന മണലില്ലേ, മണൽ ഇതിൻ്റെ അപ്പുറത്താണ് ശരിക്കും പറഞ്ഞ പുഴ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ ഭാരതപ്പുഴയുടെ ഭാഗമായിരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ വെള്ളം വറ്റി ഇത് ഇല്ലാതായി ശരിക്കും പറഞ്ഞാൽ. എന്തായാലും നമുക്ക് ആ പുഴയുടെ ഭാഗത്തൊക്കെ പോയി നോക്കാം. നമ്മുടെ ആൾക്കാർ അവിടെ സ്പോട്ട് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഇതാ ഭാരതപ്പുഴയുടെ ശരിക്കും ഇപ്പോൾ വെള്ളമുള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ പിന്നിൽ കാണുന്ന കട. ഈ കാണുന്നതാണ് ഭാരതപ്പുഴ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ നമുക്ക് ചുറ്റും ഇങ്ങനെ കണ്ണോടിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിറയെ കുറ്റിച്ചെടികളൊക്കെ കാണാൻ പറ്റും കേട്ടാ. പിന്നെ ഇതാ അപ്പുറത്തെ സൈഡിൽ മീൻ പിടിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ ഇതാ അവിടെ നിൽക്കുന്നുണ്ട് ഇടാ. അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ, നമ്മുടെ കൂടെ വന്ന ആളുകളാണ്. അവിടെ മീൻ പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചത്. അപ്പം ഏതായാലും ഇത് കുറുകെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെയാണ് ആഴം കാര്യങ്ങൾ നമുക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങളിത് ചുറ്റിയിട്ട് ഈ കാണുന്നത് ചുറ്റിയിട്ട് അങ്ങോട്ട് പോവാ. അല്ലേ ഉണ്ണിക്കുട്ടാ? അങ്ങനെ ഞങ്ങൾ ആ പുഴയിൽ ഇപ്പുറം കടന്നു കേട്ടാ. ഇപ്പുറം കടന്നപ്പോഴും അവസ്ഥ ഇതേ സെയിം അവസ്ഥയാണ്. തീരെ വെള്ളമൊന്നുമില്ല. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ വിഷമാവും. ഞങ്ങളെ പിന്നിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതപ്പുഴ. ഇപ്പോഴത്തെ ശരിക്കും വെള്ളം ഒഴുകിപ്പോകേണ്ട ഒരു സ്ഥലമാണ് ഇങ്ങനെ കിടക്കുന്നത്. എന്തായാലും നമുക്ക് ആ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇടാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചുറ്റി വരാൻ നോക്കിയതാ. പക്ഷെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അത് കടന്നപ്പോ മുട്ട് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈസ്, അപ്പൊ നമ്മളിതാ കല്ലെടുത്തിട്ടുണ്ട്, തെറ്റിക്കാൻ പോവാട്ടാ. കണ്ടോ? അയ്യോ, കിട്ടിയില്ലേ? ഓളി സാധനം എടുത്തില്ല. കഴിഞ്ഞിട്ടില്ല. സൂപ്പർ. അപ്പൊ നമ്മുടെ ചേട്ടൻ അവിടെ വല ഇടുന്നുണ്ട് കേട്ടാ. വല മുമ്പ് ഇട്ട് വെച്ച് പോയിണ്ടായതാണ്. അതില് മീൻ കുടുങ്ങിയിട്ടുണ്ട്. ആള് കിട്ടുന്ന മീനെ എടുത്ത് പോക്കറ്റിലാക്കാണ്. ഈ ഭാഗത്തൊക്കെ കുറെ സ്ഥലത്ത് വലകളൊക്കെ കിടക്കുന്നത് കാണാനുണ്ട്. നമുക്ക് പൊന്ത് കാണാം. ഇതേപോലെ പൊന്ത് ഇട്ടിട്ടുള്ള കാരണേ നമുക്ക് കാണാൻ പറ്റും ഇവിടെ മീൻ വല ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. കേടാ, പൊന്തുകൾ കാണാം. ഇവിടെയൊക്കെ വലയാണ്. ആ ചേട്ടൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി നോക്കാം ആൾക്ക് എത്ര മീൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഉണ്ണിക്കുട്ടൻ ജോക്കർ അല്ല എന്തിനാടാ ഗിഗാച്ചാടില്ലേ? നോക്കിയേ, ഇവിടെ നിന്നാ കാണുന്ന കാഴ്ചയാണ്ടത്. എന്താ പറയാ, അടിപൊളിയാണ്. വേറെ ലെവൽ.
പച്ചപ്പിന് പച്ചപ്പ്, വെള്ളത്തിന് വെള്ളം. ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ. നീ കിട്ടിയാ എന്നിട്ട് എന്ത് ചെയ്തു ചേട്ടൻ മീനെ? അതെ, ഈ കവറല്ലോ, നോക്കട്ടെ ഒന്ന്. ആടാ ജസ്റ്റ് മീനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്, കാണാ ഗൈസ്. അതാ നമ്മുടെ നാട്ടിൽ കല്ലുത്തി എന്നറിയപ്പെടുന്ന മീനൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ തിലാപ്പിയ കുഞ്ഞുങ്ങളുണ്ട് പോകുന്നുണ്ട്. കാണുന്നത് തിലാപ്പിയ, കല്ലുത്തിയും തിലാപ്പിയ കേട്ടാ മെയിനായിട്ട്. ചേട്ടൻ വലയിൽ മീൻ എടുക്കുന്നത് ഗൈസ്. കല്ലുത്തി അല്ലേ? ഞങ്ങള് കല്ലുത്തി തന്നെ പറയാ. ഇല്ലേ, ഇത് പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ, വിൽക്കാൻ പറ്റില്ല. ഞങ്ങളവിടെ തിന്നൂട്ടാ പിടിച്ചിട്ട്. കല്ലേരി നട്ടാ, കല്ലിന്റെ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ചേട്ടൻ പറയാം, പാറയുള്ള സൈഡില്. പിന്നെ നമ്മള് കല്ലുത്തി, ഇത് പരല് അല്ലേ, പരലാണ്. പിന്നെ തിലാപ്പിയുടെ കുട്ടിയുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. വലിയ വണ്ടങ്ങാനാവ്. പിന്നെ ഈ പരലാണ്, അതിപ്പോ ഈ പുഴ പറ്റിയ കാരണം കൊണ്ട് ഇല്ലാതായി, കംപ്ലീറ്റ് പോയി, കംപ്ലീറ്റ് വറ്റി പുഴ. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ലേ ശരിക്ക്? ഇത് ഫുള്ളായിട്ട് വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, മുകളിൽ ഭാഗം വരെ വെള്ളം ഉണ്ടാവും. ഇതിനൊക്കെ അവിടെ കെട്ടുമ്പോ നിന്നിട്ട് ചൂണ്ടിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കണ്ണന്മാരും ഇതൊക്കെ കിട്ടും. അപ്പൊ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഈ ചേട്ടൻ പറയുന്നത്. ആ കാണുന്ന തടയണല്ലേ, ആ തടയണ പൊട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ഇവിടെ വെള്ളം ഇല്ലാതായി ഈ ചേട്ടൻ പറയുന്നത്. അങ്ങനെ നമ്മള് ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ കുറച്ചു നേരം ചെലവഴിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ വന്ന് കാണേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് ഈ വാഴാലിക്കാവ് എന്ന് പറയുന്ന സ്ഥലം. അതായത് നമുക്ക് കുറേ കാറ്റ് കൊണ്ട്, അത് വെയിലില്ലാത്ത സമയത്തൊക്കെ ആണ്, ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് വെയിലില്ലാത്ത സ്ഥലത്തൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഈ കാണുന്ന പച്ചപ്പ്, പിന്നെ ഭാരതപ്പുഴയിലെ വെള്ളം, ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വിടാ. ഞാനും വിടാ.